ഒക്കെ അവളെ അന്വേഷിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഈ സാരി ഉടുത്ത് അങ്ങോട്ട് ചെല്ല്. പോകുന്നുണ്ടോ? महादेव जय नमः, आदिदेव जय नमः, परमपुरुषाय नमः, परमात्मिकाय नमः, ओम चतुर्वेद पंडितांगृगाय नमः, ओम हिरण्यवन्नां हरणें सुवर्णरजतस्रजां चंद्रां हिरण्मयीं लक्ष्मीं जातवेदो ममावह ताम आवह जातवेदो लक्ष्मीमनपगामिनीं. അമ്മേ, വൈദേഹി എവിടെ പോയി? ഇപ്പോഴും ഒരുക്കം കഴിഞ്ഞില്ലായിരിക്കും. അതിന് അവൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞതാ. ഞാൻ ചെന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ. यस्यां हिरण्यं विन्दे यङ्गामस्वं पुरुषानहम् अश्वपूर्वामृतमद्यां हस्तिनादप्रबोधिनीं श्रियं देवेमपक्वये श्रीर्मा देवेचुषतां कांसोऽस्मितां हिरण्यप्राकारामाद्राञ्ज्वलन्तीं तृप्तां दर्पयन्तीं पद्मे स्थितां पद्मवर्णाम्. ഒരുങ്ങിക്കഴിഞ്ഞോ? ഇപ്പൊ കണ്ട വൈദേഹിയല്ലെന്ന് ആരും പറയില്ല. ആർക്കും സംശയം ഉണ്ടാവില്ല. അങ്ങോട്ട് ചെല്ല്. പറയുന്ന അനുസരിക്കേ. നിനക്കും വേറെ വഴിയില്ല. ചെല്ല്. ഏയ് നിക്ക് നിക്ക്. ദേവൻ ഇത് ഈയിടെ വൈദേഹിയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തതാ. ഇപ്പൊ നിന്നെ വൈദേഹിയാക്കാൻ വേണ്ടി എനിക്കിത് നിന്റെ കഴുത്തിലിടേണ്ടി വന്നല്ലോ. ഈ മാലയുണ്ടെങ്കിൽ ദേവന് പോലും ഒരു സംശയവും ഉണ്ടാവില്ല. ചെല്ലാൻ. വൈദേഹി ശാന്താദേവിയാണല്ലോ. എടാ മോനെ, ആ പച്ചക്കറി എടുത്തു വയ്ക്കേ. വൈദേഹി, ഇത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു മോളെ? അവിടെ എല്ലാവരും നീ വരാൻ വേണ്ടി കാത്തിരിക്കുക. അതിരിക്കട്ടെ, നീ എന്താ സാരി മാറ്റിയത്? അതമ്മേ, അടുക്കളയില് പാചകക്കാരുടെ അടുത്തേക്ക് പോയപ്പോ സാമ്പാർ സാരിയിൽ വീണമ്മേ. ഓ, അതാണോ? ശരി, വാ മോളെ, പൂജ തുടങ്ങാറായി. വാ. ദശരഥരാമവർമ്മേ, നിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ആർക്കും അത് തടയാൻ പറ്റില്ല. എന്നാ പിന്നെ പൂജ തുടങ്ങാല്ലേ? വൈദേഹി ഒന്ന് വന്നോട്ടെ. മുഹൂർത്തം കഴിയാറായിരിക്കണോ? ओम अधैतें विष्णवे चरणरोति यज्ञो वै विष्णुः यज्ञ एवान्ततः प्रतिष्ठते सोच्यते होति विष्णवे स्वाहा यज्ञाय स्वाहा प्रतिष्ठाय स्वाहेति नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् महादेव्यै च विद्महे विष्णुपत्न्यै धीमहि. അമ്മേ, ഇങ്ങനെ ആരും കാണാതെ അമ്മയെ കാണേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. അപ്പോ എന്തിന്റെ പേരില ഞാൻ ഈ ശിക്ഷ അനുഭവിക്കേണ്ടത്?
ദേവാ പൂജ തുടങ്ങിക്കൊള്ള. എഴുന്നേക്ക് മോളെ. हिरण्यवर्णां हरिणीं सुवर्णरजतस्रजां चन्द्रां हिरण्मयीं लक्ष्मीं जातवेदो ममावह ताम आवह जातवेदो लक्ष्मीमनुपगामिनीं यस्यां हिरण्यं विन्दे यङ्गामस्वं पुरुषानहम् अश्वपूर्वामृतमद्यामस्तिनादप्रबोधिनीं श्रियं देवीमपक्वये सीर्मा देवी जुषुतां कांसोऽस्मितां हिरण्यप्राकारामाद्रां ज्वलन्तीं तृप्तां तर्पयन्तीं. ഒരു അന്യപുരുഷന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഒരു നിമിഷം നിൽക്കുമ്പോ തന്നെ ശ്വാസം മുട്ടുവോ? ഭാര്യയായിട്ട് കൂടെ കഴിയാന്ന് വെച്ചാ എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, ചന്ദ്രിക വൈദേഹി എന്ത് ചെയ്ത് കാണും? നീ ശിലാസ്ഥാപനം അല്ലടാ നടത്തുന്നേ, നിന്റെ ഭാര്യയ്ക്ക് സമാധി നടത്തുക. നീ ശിലാസ്ഥാപനം നടത്തുന്ന ആ സ്ഥലത്താ നിന്റെ ഭാര്യയെ ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ദശരഥ രാമവർമ്മയുടെ പതനം കാണാതെ എനിക്കെങ്ങനെ മരിക്കാനാവോടി? നിന്നെ കുഴിച്ചു മൂടിയതുകൊണ്ട് ദശരഥ രാമവർമ്മ എങ്ങനെ തകരും എന്നായിരിക്കും നീ വിചാരിക്കുന്നതല്ലേ? നിന്റെ അതേ മുഖമുള്ള മറ്റൊരു പെണ്ണുണ്ടടി. നിന്നെ ഇവിടെ കുഴിച്ചു മൂടിയിട്ട് നിന്റെ അതേ രൂപത്തിലുള്ള അവളെ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ അയക്കും. പിന്നെ അവളെ കൊണ്ട് എന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളിക്കും. ശ്രീരാമ, ഭർത്താവും അമ്മയും ബന്ധുക്കളും കുടുംബവും ഒക്കെ ആയിട്ട് സന്തോഷം എന്താന്ന് അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവരെ എന്നിൽ നിന്നും അകറ്റിയല്ലോ. എന്നെ രക്ഷിക്ക് ശ്രീരാമ. ചന്ദ്രികയുടെ കുതന്ത്രങ്ങൾക്ക് എന്റെ കുടുംബം ബലിയേടാകരുത്. ഇത്രയും വലിയ വിഷമത്തിനിടയ്ക്ക് നിന്നോട് ഞാനൊരു ഗുഡ് ന്യൂസ് പറയട്ടെ. അവരിപ്പ ശിലാസ്ഥാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നില്ലേ? ആ സ്ഥലത്ത് തന്നെയാ നിന്നെ കുഴിച്ചുമൂടാൻ പോന്നെ. അതായത് നീ ജീവനോടെ ഉള്ളപ്പോ തന്നെ നിന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് നിനക്ക് സമാധി കെട്ടിക്കും. വൈശാലിയെ വൈദേഹിയാണെന്ന് വിശ്വസിപ്പിക്കാൻ ഈ ഒരു തെളിവ് മതിയടി. ഡാ, ആ പെട്ടി അടക്കടാ. എടുത്തോണ്ട് പോയി കുഴിക്കാത്തിട.
ദശരഥരാമവർമ്മേ, ഇനി തൊട്ടു നിന്റെ പതനം ആരംഭിച്ചിരിക്കുകയാണ്. മരണമാണിത്, മരണമാണിത്. ആ മരണമെത്തിയിരിക്കുന്നു. വേഗം ചെയ്യാം. ഓം ഭഗവതിയേ നമഃ. ദേവാ, അങ്ങനെ ശിലാസ്ഥാപനം സമ്പന്നമായിരിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും. ആന്റി, വൈദേഹി എവിടെ? ഇനി തൊട്ട് നീയാണ് വൈദേഹി. ആ വൈദേഹി ഇനി ഇല്ല, ഇനി വരികയില്ല. മറന്നുകളി. ആന്റി, ശിലാസ്ഥാപനം കഴിഞ്ഞ വൈദേഹി എവിടെയുണ്ടെന്ന് പറയാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്നോട് പറഞ്ഞില്ലെങ്കിൽ നേരെ ഞാൻ വീട്ടിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞാൻ വൈദേഹി അല്ല എന്നുള്ള സത്യം പറയും. ഏയ്, ഭ്രാന്ത് കാണിക്കല്ലേ. ഇപ്പോഴാ ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നത്. അതിനിടയ്ക്കാ നിന്റെ കാര്യം. എന്താ നിനക്ക് വേണ്ടേ? വൈദേഹി എവിടെയാണെന്ന് അറിയണം, അത്രയല്ലേ വേണ്ടൂ. അവൾ ഇനി വരില്ല. പറഞ്ഞത് മനസ്സിലായില്ലേടി? അവള് പോയി. ഇന്ന് ദേവൻ അക്ഷയപാത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയില്ലേ? ആ ഭൂമിക്കടിയില കുഴി തോണ്ടി അവളെ കുഴിച്ചിട്ടത്. മരിച്ചു കാണും. ഇനി വൈദേഹി തിരിച്ചു വരുമെന്നോ നീ ആരാണെന്ന് ചോദിക്കുമെന്നോ ഒരു കാരണവശാലും പേടിക്കണ്ട. നീ ആ വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കും. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് വഴിയെ ഞാൻ പറഞ്ഞോളാം. അയ്യോ, മോള് ഇവിടെ ഉണ്ടായിരുന്നു. നിന്റെ കയ്യിലെ പൊള്ളലിന് അമ്മ പച്ചമരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുരട്ടിയ നാളെ നേരം വെളുക്കുമ്പോ പാടുപോലും കാണില്ല. എവിടെ കൈ ഇങ്ങോട്ട് കാണിച്ച്. മോളെ വൈദേഹി, വൈദേഹി.
എന്താ പറ്റിയ നിനക്ക്? വൈദേഹി പാചകം നടക്കുന്നിടത്ത് പോയി കൈ പൊള്ളിച്ചു. കുറച്ച് വെണ്ണ പുരട്ടി കൊടുത്തു. നീറ്റല് മാറിയോ എന്തോ. ഇത് പൊള്ളലിനുള്ളൊരു പച്ചില മരുന്നാ. പുരട്ടി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും പോയി കളഞ്ഞു. മരുന്ന് പുരട്ടാൻ നിന്നു കൊടുക്കാതെ ഇവള് എങ്ങോട്ടായി ഓടി പോന്ന? രാജാവിന്റെ വീട്ടിലെ മരുമോളല്ലേ, ഇതും ചെയ്യും ഇതിന്റെ അപ്പുറവും ചെയ്യും. ഇതൊക്കെ അനുഭവിക്കേണ്ടിയിരുന്നത് എന്റെ ശ്രേയമോളല്ലായിരുന്നോ ഈശ്വര? ഇവളുടെ ഒരു ഒടുക്കത്തെ ഭാഗ്യം. അനാഥ പുഴു. വൈദേഹി, വൈദേഹി! അയ്യോ അയ്യോ, എന്താ ചെയ്യാ? എന്താ ചെയ്യാ? മോളെ നിക്കവിടെ. വൈദേഹി! ശിവാർപ്പണം, സർവം ശിവാർപ്പണം, സർവം ശിവാർപ്പണം. നീയോ? നീ എന്താ ഇവിടെ? ഇത് ഞാൻ തന്നെയാ. നിങ്ങൾക്ക് ആളെ മനസ്സിലായല്ലേ? എന്നാ പിന്നെ എന്നെ കുറിച്ച് വെല്ലിച്ചനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അവരെന്നെ കണ്ട വെറുതെ വിടില്ല. നിങ്ങളെ ഞാൻ വെറുതെ വിടാന്ന് കരുതിയതാ. പക്ഷെ ഇനി അതിന് സാധിക്കില്ല. എന്റെ കൈകൊണ്ടാ നിങ്ങളുടെ മരണം നടക്കാൻ പോകുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് പറഞ്ഞോളെ ചെയ്യാം. വിനയ, അനാഥാലയം തുടങ്ങുന്നതിന് പകരം ഒരു വികലാംഗർക്ക് വേണ്ടിയുള്ള ആശ്രമം തുടങ്ങിയാലോ? എന്നാ പിന്നെ നിനക്കും നിന്റെ അജയേട്ടനും ജീവിതകാലം അവിടെ കഴിയാലോ. ഓ, ആയിക്കോട്ടെ. അവിടെ നിൽക്കാൻ. കയ്യിന്ന് വിടറി. അതൊന്നും കുഴപ്പമില്ല. പറഞ്ഞു.
അമ്മയ്ക്കൊന്നും പറ്റില്ലല്ലോ, ഒന്നും പറ്റില്ലല്ലോ അല്ലേ? ഇവിടെ